ഹായ് ഫ്രണ്ട്, എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. ഒത്തിരി സന്തോഷം. നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അതിൻ്റെ പോരായ്മകളൊക്കെ നികത്തി ഞാൻ അടുത്ത വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വീഡിയോസ് ചെയ്യാൻ ഒരു ഉത്സാഹവും ഒക്കെ ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കാണുമ്പോൾ എനിക്ക് പിന്നെയും വീഡിയോസ് ചെയ്യാനായിട്ട് പ്രേരണ ഉണ്ടാകുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. സപ്പോർട്ടിന് വേണ്ടി എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. യൂട്യൂബിൻ്റെ വശത്തു നിന്നുള്ള സപ്പോർട്ടിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഒരുപാട് പറഞ്ഞ് വലിച്ച് നീട്ടിക്കൊണ്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇത് കണ്ടോ. ഇത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പടവലങ്ങയാണ്. പടവലങ്ങ കൊണ്ട് ഒരു വെറൈറ്റി തോരനാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാനിത് തോരൻ വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചില വെറൈറ്റി ഐറ്റംസൊക്കെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനതെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇത് ഒരു ചെറിയ പടവലങ്ങ ഞാൻ എടുത്തേക്കുന്നത്. ചെറിയ ഉള്ളി ഒരു 4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, എരിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ, പച്ചമുളക്. പിന്നെ ഇത് ഒരു 4 ചെറിയ അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ 1 സ്പൂണ് ഇതെന്താണെന്നറിയോ, പൊട്ടുകടല. 1 സ്പൂണ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയാണ് നമ്മുടെ വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഒളിഞ്ഞിരിക്കുന്നത്. ഒരു മുറി തേങ്ങ തിരുമ്മിയ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചിക്കൻ മസാല, ഒരു 1/2 സ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ജീരകത്തിൻ്റെ പൊടിയാണ് ചെറിയ ജീരകം. ജീരകപ്പൊടി ഇല്ലാത്തവർ ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്താലും മതി. പൊടിയുള്ളവർ പൊടി എടുക്കുക, പൊടി ഇല്ലെങ്കിൽ മുഴുവൻ ജീരകം എടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തേക്കുന്നത്. സാധാ മുളക് പൊടിയാണേലും എടുക്കുക, അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചാൽ മതി. ഞാനിവിടെ പച്ചമുളക് ഇത്ര എടുത്തിട്ടുള്ളത് കൊണ്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പൊട്ടുകടലയും കൂടെ ഇതിലേക്ക് ഇടണം. ഈ വെളുത്തുള്ളി, ഈ ചെറിയുള്ളി അരിഞ്ഞതെല്ലാം ഞാൻ ഇതിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കും. അപ്പോൾ ഇതെല്ലാം നമുക്കിതിലേക്ക് ഇടാം. ഈ പൊട്ടുകടല, ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് സ്റ്റൗ കത്തിച്ച് ഇത് നമുക്ക് കരിഞ്ഞു പോകാതെ ബ്രൗൺ നിറമാകുന്നതും വരെ വറുത്തെടുക്കണം. ഓക്കെ, ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത് അടുക്കി പിടിച്ച് ഇതാകാതെ പെട്ടെന്ന് നമുക്ക് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഒരു 1/2 സ്പൂണ് ഇത്ര മതി, കുറച്ച് മതി. കാരണം നമ്മുടെ തേങ്ങയ്ക്ക് മൂത്ത് വരുമ്പോഴത്തേന് വെളിച്ചെണ്ണ ചെറിയ തോതിൽ അതിൽ തന്നെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വറക്കണമെന്നില്ല. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വറുത്തെടുക്കുക. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കുക. ആ നേരം കൊണ്ട് നമുക്കെന്ത് ചെയ്യാം, ഈ പടവലങ്ങ, ഈ വലിയ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ഇതിടയ്ക്ക് ശ്രദ്ധിക്കുകയും വേണം, ഇത് അരിഞ്ഞെടുക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഞാനിത് അതൊന്ന് സമയം ലാഭിക്കാനും വേണ്ടിയിട്ട് പെട്ടെന്ന് ഇത് രണ്ടും കൂടെ നല്ല ശ്രദ്ധ എപ്പോഴും ഇതിൽ വേണം, കരിഞ്ഞു പോകരുത്. തേങ്ങായും പൊട്ടുകടല, ഉള്ളി, വെളുത്തുള്ളി, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം മതി.
കണ്ടല്ലോ, ഈ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ആറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ശകലം വെള്ളം, ഒരുപാട് വെള്ളം ഒഴിച്ച് കറിക്കായിട്ട് അരയ്ക്കുന്ന പോലെ അരയ്ക്കരുത് കേട്ടോ. ഇത് നമ്മുടെ തോരന് ചതച്ചെടുക്കുന്നത് പോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ച് ചതച്ചെടുക്കുക കേട്ടോ, അരഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. പടവലങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഉള്ളിയും പച്ചമുളകും കൂടെ അരിയിട്ട് കേട്ടോ. നമ്മുടെ ഉള്ളി, പച്ചമുളക്, പടവലങ്ങ എല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഇതിപ്പോൾ ആറിയിട്ടുണ്ട്. ഇത് നമുക്ക് ചതച്ചെടുത്തുകൊണ്ട് വരാം. പ്രത്യേകം ശ്രദ്ധിക്കണം, അരയ്ക്കരുത്, ചതച്ചെടുക്കുക. നമ്മൾ സാധാരണ തോരന് നമ്മൾ തേങ്ങായും എല്ലാം ചതച്ചെടുക്കുമല്ലോ, ആ പരുവത്തിന് ഇത് ചതച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില, അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയിൽ നിന്ന് ഒരു ഇച്ചിരി എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ പച്ചമുളക്, അരിഞ്ഞ് വെച്ച ഉള്ളി എല്ലാം ഇട്ട് കൊടുത്ത്, പടവലങ്ങായും എല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം ഫുള്ളിലാക്കുക. പടവലങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് ചെറിയ തോതിലൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മളിത് ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങായും പൊട്ടുകടലും എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു ശകലം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആയിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഏറെക്കുറെ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഞാൻ ഈ വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണ് ഒരു പാത്രം എനിക്ക് വേണ്ട വിധത്തിൽ ഇത് ഇളക്കി എനിക്ക് ചെയ്യാൻ പറ്റാത്തത്. അത് ഞാനിത് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ വെള്ളം പിന്നെ നമുക്ക് ഒഴിക്കണ്ട. കാരണം ഈ പടവലങ്ങയുടെയും ഉള്ളിയുടെ ഈ അരപ്പും ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേന് ഇത് വേകാനുള്ള ജലാംശം ഇതിൽ തന്നെ ഉണ്ട്. അഥവാ വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായിട്ട് സാധാ മറ്റേ അലുമിനിയത്തിൻ്റെ ചീനച്ചട്ടിയാണെങ്കിൽ ഒരു ശകലം വെള്ളം മാത്രം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ആയി പോകരുത്, കുഴഞ്ഞു വല്ലാതെ ആയിപ്പോകും. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കണം.